ഈ വെടിക്കെട്ടെന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അത് ഇന്നത്തെ രീതിയിലുള്ള ആൾക്കൂട്ടമോ ഒക്കെ രൂപപ്പെടുമ്പോൾ അതിനനുസരിച്ച് വരുത്തേണ്ട മാറ്റങ്ങൾ, കാലോചിതമായ മാറ്റങ്ങളൊന്നും ഇതിനകത്ത് വരുത്തിയിട്ടുമില്ല എന്നുള്ളതാണ് ഈ അപകടങ്ങളുടെ വ്യാപ്തി കൂടുന്നത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഈ അപകടത്തിൽപ്പെടുന്ന മനുഷ്യരുടെ ഒരു ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ദയനീയ അവസ്ഥ നമുക്ക് മനസ്സിലാവുക. അപകടത്തിൽപ്പെടുന്നവരൊരിക്കലും ഈ ബിസിനസ്സിൽ പങ്കാളികളായ ആളുകളോ സേഫ് സോണിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ രാഷ്ട്രീയ നേതാക്കളോ ഈ ആചാരത്തിന് വേണ്ടി വാദിക്കുന്ന മനുഷ്യരൊന്നുമല്ല. ഈ പണിയെടുക്കുന്ന തൊഴിലാളികളായ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഇതിൻ്റെ എല്ലാം ഇരകളായിട്ട് എല്ലാ കാലത്തും എല്ലാത്തരം അപകടങ്ങളുടെയും ഇരകളായി ഇവര് നമ്പറുകളിൽ ഒതുങ്ങുന്നു എന്നുള്ളത്. ഈ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം സൂക്ഷിച്ചിരുന്നോ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൊതിച്ചോറിന്റെ എണ്ണം വെച്ചാണ് 40 പേര് എന്നുള്ള കണക്കിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. അതിനൊപ്പം ഇന്നത്തെ പത്രങ്ങളിലും ഇന്നലത്തെ ടെലിവിഷൻ വാർത്തകളിലും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഭയാനകത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത്, അന്ന് രാവിലെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ ചാനലുകൾ പോയിട്ടുണ്ട്, പത്രങ്ങളുടെ റിപ്പോർട്ടർമാർ പോയിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പത്തെ ചിത്രം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, 2 മണിക്കൂർ മുമ്പത്തെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവരായിരിക്കാം അതിൽ പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയോ കണ്ണീർ കഥകളോ ആ ഫോട്ടോകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കയ്യിലൊരു മാസ്കോ ഒരു ഫേസ് മാസ്കോ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ ഇവർ തന്നെ പറയുന്നുണ്ട്, ദൃക്സാക്ഷി വിവരണം പോലെ പറയുന്നുണ്ട്, 10ഓളം പടക്കശാലകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പെസോ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ ഇങ്ങനെയുള്ള ഷെഡ് പോലെ കെട്ടിയിട്ടുള്ള ഒരു സ്ഥലത്തൊന്നും നടത്തേണ്ട സംഗതിയേ അല്ല. ഇത് തിരികള് കെമിക്കലിൽ മുക്കിയിട്ട് ഉണക്കി എടുക്കുന്നത്, ആ തിരികളിൽ കൂടെയാണ് പറയപ്പെടുന്നത്. ഈ ഇവ തമ്മിലുള്ള അകലത്തിന് നിഷ്കർഷയുണ്ട്, ഇത്ര മീറ്റർ ആയിരിക്കണമെന്നുള്ള നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് ചെയ്യപ്പോയ മാധ്യമങ്ങൾ പിറ്റേ ദിവസം കത്തിക്കേണ്ടിയിരുന്ന ഒരു ഹൃദയത്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഹൃദയരൂപത്തിലുള്ള വെടിക്കെട്ട് സാമഗ്രികളെ പറ്റിയിട്ട് അതിൻ്റെ അമിട്ടിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അവിടെ നടന്ന നിയമലംഘനം എന്തുകൊണ്ട് ഇത്രയും ഇതിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതും ഒരു വിഷയമാണ്. പിന്നെ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഈ സംഭവം നടക്കുമ്പോൾ അനുമതിയില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് നടക്കുന്നത്. ഇതറിയുമ്പോൾ ഇൻസ്പെക്ഷനോ ഇത്തരത്തിലുള്ള അന്വേഷണമോ എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടം നടത്തിയില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇതൊന്നും ചോദിക്കപ്പെടുന്നില്ല.